ഹായ് കൂട്ടുകാരെ, നമ്മളിന്നുള്ളത് കേരളാംകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കരുവാരക്കുണ്ടാണ് ഈ കേരളാംകുണ്ട് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ അവിടെ താഴത്തേക്ക് ഇറങ്ങി പോണ വഴികൾ കുറച്ച് റിസ്ക്കിയാണ്, എന്നാലും കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. പിന്നെ നമ്മളവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കുട്ടികളുടെ പാർക്കാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ചെറിയ കുട്ടികളെ പാർക്കാണ്. പിന്നെ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിക്കണമെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതിൻ്റെ മുന്നായിട്ട് നമുക്കിവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു മനോഹരമായിട്ട് ഇവർ ഒരുക്കി വെച്ച പൂന്തോട്ടം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൽ നല്ല വെറൈറ്റി വെറൈറ്റി പൂക്കൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഈ പൂക്കളെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറത്ത് കാണാത്ത മോഡലുള്ള പൂക്കളാണ് കേട്ടോ 90% ഇവിടെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പാലമുണ്ട്. ആ പാലത്തുമ്മ കൂടെ പോയിട്ട് വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പാലത്തിൻ്റെ മേലെ നിൽക്കുമ്പോൾ താഴേക്കും മേലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. പിന്നെ മലകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് വന്ന് കാണുന്നതാണ് ഇതിൻ്റെയൊക്കെ രസം. ഈ വീഡിയോ കാണുന്നതിനേക്കാളും വളരെ മനോഹരമാണ് കേട്ടോ, പറയാൻ പറ്റില്ല, അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ രണ്ട് ഭാഗമായിട്ട് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ മെയിൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുക എന്ന് പറഞ്ഞൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഒരുപാട് താഴ്ചയിലേക്ക് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. പിന്നെ പ്രായമായവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഇത് സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ. ഇറങ്ങാനും കയറാനൊക്കെ എല്ലാവർക്കും കഴിയുന്ന കോലത്തിൽ തന്നെയാണ് ഈ കോണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കുറേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. പിന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇതാണ് ഇവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടം. അപ്പം നമുക്ക് ആ കോണി സ്റ്റെപ്പുമ്പോൾ നിൽക്കുമ്പോൾ ഇത്രയേ കാണുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ താഴത്ത് ഇറങ്ങിയിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുത്തത്. വളരെ മനോഹരമാണ് കേട്ടോ അത് കാണാൻ. അപ്പം ഇവിടെ നിന്ന് കുളിക്കാനും ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് പിന്നെ അതിൻ്റെ മേലെ കാണുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഒരുപാട് മേലേക്ക് നമുക്ക് പോയാൽ പ്രകൃതി ആസ്വദിക്കാനുള്ള ഒരുപാട് സംഗതികൾ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫോട്ടോ എടുക്കാനും കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെയാണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഈ കുഴിയിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല വെള്ളമുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഈ വെള്ളച്ചാട്ടം അതിൻ്റെ ഇത്ര താഴ്ചയിലേക്കാണ് ആ വെള്ളം അവിടെ നിന്ന് അങ്ങോട്ട് ചാടി പോകുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്.